അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ ആറളത്ത് 2000-ലധികം കർഷകർ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിൽ നിന്ന് പുറത്തുപോകാനും സാധ്യത. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ നിന്നും മാത്രം പദ്ധതിയിൽ നിന്ന് ആയിരങ്ങൾ പുറത്താകും. കേന്ദ്ര കർഷക മന്ത്രാലയത്തിന്റെ കർഷക രജിസ്ട്രേഷൻ പദ്ധതിയായ അഗ്രിസ്റ്റാക്ക് ആപ്ലിക്കേഷനിൽ നിന്നാണ് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ 2000-ഓളം കർഷകർ പുറത്താകാൻ സാധ്യതയുള്ളത്. അഗ്രിസ്റ്റാക്ക് ആപ്ലിക്കേഷനിൽ രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ നികുതി ചീട്ട് നിർബന്ധമായതിനാലാണ് മേഖലയിലെ ഇത്രയും ആളുകൾ പുറത്തുപോകാൻ സാധ്യതയുണ്ടെന്നും അറിയുന്നത്. കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇവർക്ക് PM കിസാൻ പദ്ധതികൾ തുടരാൻ സാധിക്കില്ല. ഇങ്ങനെ വന്നാൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ 2000-ഓളം കർഷകർക്ക് നിലവിൽ ലഭിക്കുന്ന കാർഷിക ആനുകൂല്യങ്ങളും ഇനി വരാനിരിക്കുന്ന ആനുകൂല്യങ്ങളും ലഭ്യമല്ലാതാകും. പുനരധിവാസ മേഖലയിൽ 3375 കുടുംബങ്ങൾക്കാണ് 1 ഏക്കർ വീതം ഭൂമി സർക്കാർ വിതരണം ചെയ്തത്. ഭൂമിയുടെ പട്ടയം മാത്രമാണ് ഇവരുടെ കയ്യിൽ നൽകിയത്. ഈ ഭൂമിക്ക് നികുതി കൊടുക്കുവാനോ ഭൂമി കൈമാറ്റം ചെയ്യുവാനോ ഇവർക്ക് അവകാശമില്ല. ഭൂനികുതി കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ കാർഷിക മേഖലയിലെ എല്ലാ ആനുകൂല്യങ്ങളും മേഖലയിലെ കർഷകർക്കും ലഭിക്കുമായിരുന്നു. 3375 കുടുംബങ്ങളിൽ ഏറിയ പങ്കും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരാണ്. അഗ്രിസ്റ്റാക്ക് ആപ്ലിക്കേഷനിൽ പട്ടയമോ ആധാരമോ എന്നുകൂടിയുള്ള ഓപ്ഷൻ ഉണ്ടായാൽ നിരവധി കർഷകർക്ക് ഭാവിയിൽ നിഷേധിക്കപ്പെടുന്ന ആനുകൂല്യങ്ങൾ ഉറപ്പിക്കാൻ സാധിക്കും. ആറളം കൃഷിഭവന്റെ കീഴിൽ പുനരധിവാസ മേഖലയിൽ മാത്രമായിരിക്കണം ഈ പ്രതിസന്ധി ഉണ്ടാവുക. ഇത് പരിഹരിക്കാൻ ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുള്ള IT വിഭാഗം ഇടപെടണം. ഇങ്ങനെ ഇടപെട്ട് ആപ്ലിക്കേഷനിൽ ആവശ്യമായ തിരുത്തൽ നടത്തി 2000-ലധികം വരുന്ന കർഷകരെ സഹായിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. ആറളം കൃഷിഭവൻ അധികൃതർ ബന്ധപ്പെട്ടവരോട് ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കർഷക രജിസ്ട്രേഷൻ സമയപരിധി അവസാനിക്കുന്നതിന് മുൻപേ IT വിഭാഗം ആപ്ലിക്കേഷൻ തിരുത്തൽ വരുത്തി പരിഹാരം കാണും എന്ന പ്രതീക്ഷയിലാണ് പുനരധിവാസ മേഖലയിലെ കർഷകരും കൃഷിഭവൻ അധികൃതരും. ആറളം ഫാം പുനരധിവാസ മേഖലയിലെ 2000-ഓളം കർഷകർക്ക് ഇതുവരെ കർഷക രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷന് നികുതി ചീട്ട് നിർബന്ധമായതുകൊണ്ടും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം അതിന് പട്ടയഭൂമിയുള്ള ആറളം ഫാം പുനരധിവാസ മേഖലയിലെ കർഷകർക്ക് നമുക്കൊരു നികുതി ചീട്ടിന് ബദലായിട്ട് ഒരു സംവിധാനം ഓപ്ഷൻ ഉണ്ടാക്കി തരണമെന്ന് ആവശ്യമുണ്ട്. അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രേഷൻ അനിശ്ചിതത്വത്തിലാക്കിയത് ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയിലെ കർഷകരെയാണ്. കാരണം കർഷക രജിസ്ട്രേഷൻ നടത്തണമെങ്കിൽ നികുതി ചീട്ട് നിർബന്ധമാണ്. പുനരധിവാസ മേഖലയിലെ കർഷകർക്ക് പട്ടയം മാത്രമാണ് അവരുടെ കയ്യിലുള്ളത്. നികുതി ചീട്ട് അവരുടെ കയ്യിൽ സ്വപ്നം മാത്രമാണ്. അതുകൊണ്ട് തന്നെ കർഷക രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇതാവട്ടെ 2000-ലധികം കർഷകരുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതി കട്ടാവുക എന്നുള്ളതാണ്, ഇല്ലാതാവുക എന്നുള്ളതാണ് സാധ്യത ഏറുകയാണ്. ഇത് പരിഹരിക്കണമെങ്കിൽ IT വിഭാഗം ആപ്ലിക്കേഷൻ തയ്യാറാക്കിയ IT വിഭാഗം അത് കനിയുക തന്നെ വേണം. ഈ ആപ്ലിക്കേഷനിൽ പട്ടയമോ രേഖകളോ ആഡ് ചെയ്യുന്നതിന് വേണ്ടി, അങ്ങനെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ അതിനകത്ത് ഉണ്ടാക്കിയാൽ മാത്രമേ ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ആറളം കൃഷിഭവൻ അധികൃതർ ഇതിനു വേണ്ടിയുള്ള അപേക്ഷകളെല്ലാം നൽകിയിട്ടുണ്ട്. ഇത് പരിഗണിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പുനരധിവാസ മേഖലയിലെ കർഷകരും മറ്റ് ജനവിഭാഗങ്ങളും. ആറളം ഫാമിൽ നിന്നും KB ഉത്തമൻ, ഏജന്റനോ. കാരണം പലതാവാം, പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട്. പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ, ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ്. പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും. നടുവേദന, മുട്ടുവേദന, ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം. വാതരോഗങ്ങൾ, ആർത്തവ പ്രശ്നങ്ങൾ, സന്ധിവേദന, വെരിക്കോസ് വെയിൻ, പക്ഷാഘാതം, സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ. നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു. ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ്, ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച്, ഇരിക്കൂർ റോഡ്, തന്തോട്, ഇരിട്ടി. 8111842255 7559958255. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.